പോയില്ലേ? ദാ വരുന്നു പറഞ്ഞിട്ടല്ലേ പോയത്. സോറി. കണ്ടിട്ടേ പോകാവൂന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. ഇത് തരാൻ മറന്നു. മരുന്നിനി സുഭദ്രാമച്ചയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഇതെങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നു? ഇനി ആവശ്യം ഉണ്ടായാലോ? മരുന്നിരുന്നോട്ടെ, പക്ഷെ പണം ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. വേണ്ടെന്ന് പറയരുത്. എന്റെ അമ്മയെ പോലെ തന്നെയാ രാധികയുടെ അമ്മയും. വരട്ടെ. ധൃതി പിടിച്ച് കൃഷ്ണൻകുട്ടിയുടെ ബ്ലഡ് എടുത്തത് ഒഴിവാക്കാമായിരുന്നു. ഒരേ ഗ്രൂപ്പായിരുന്നതുകൊണ്ടാ പെട്ടെന്ന്. എന്തേ? ഞാനും അവനും പരസ്പരം വഴക്കൂടാറുണ്ട്. പക്ഷേ എനിക്കെന്നും അവനോട് സഹതാപമേ ഉള്ളൂ. അവന്റെ ദീർഘായുസിന് വേണ്ടി മനസ്സിലെന്നും പ്രാർത്ഥനയുമായി നടക്കുന്നവനാണ് ഞാൻ. എന്താ എന്താ കാര്യം? ഏത് നിമിഷവും മരിക്കാവുന്ന ക്രൂരമായ ഒരു മാറാ രോഗത്തിന് അവൻ. വരട്ടെ. അപ്പോഴത്തെ ഒരു ഈഗോ കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ ഒരു വിഷമം. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്ക് അത്ര അറിഞ്ഞാ മതി. എന്നാലും അവനുമായിട്ടൊരു മത്സരിക്കണം എന്നാലല്ലേടാ ഒരു സുഖമുള്ളൂ. മത്സരിച്ച് നീ അവനെ തോപ്പിച്ച് നീ അവിടെ കഴിച്ചാൽ താലി കെട്ടണം. ആണത്തോണ്ട് ഇറങ്ങി വേടാ, നേരിട്ട് പൊരുതി നോക്കാം. ഒളിച്ചിരുന്ന് പാര വയ്ക്കുന്നതേ ആണുങ്ങൾ കയറുന്ന പണിയല്ല. ആരും അറിയാതെ പതുങ്ങി വന്ന് കല്ല് വലിച്ചെറിയണതാണോടെ ആണത്വം. എന്റെ മോൻ അങ്ങനെ പതുങ്ങേണ്ട കാര്യമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്തോക്കി പറയാനോട്ട് പേടിയില്ല. അങ്ങനെയാ ഞാൻ അവനെ വളർത്തിയെ. ഓ, വളർത്തുമാവായിട്ടെന്ന് നീ പറയണ്ടടി. എന്റെ ദാക്ഷിണ്യം കൊണ്ടാ നിനക്ക് ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് കൂട്ടിക്കോ. അയ്യ, ദാക്ഷണ്യം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയടി, എന്തിനാ വേണ്ടെന്ന് വെക്കണേ? അമ്മ ഉണ്ടായി. എന്താടാ നിന്റെ നാളറിയിപ്പോയോ? ഞാൻ മാറാരോഗ്യാണ് അല്ലടാ. ചോണയുള്ള ആമ്പിള്ളേരെ കണ്ടാ പെമ്പിള്ളേർക്ക് ഇഷ്ടം തോന്നും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അസൂയപ്പെടാൻ നിന്റെ മോൻ ആരാടി? ദിവാൻ പേഷ്കാരോ? ചോര കൊടുത്ത് ബന്ധത്തെ പിടിക്കേണ്ട കാര്യമൊന്നും എന്റെ മോനില്ല. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തെ താലി കെട്ടാനുള്ള അന്തസ്സും ആണത്തും അവനുണ്ട്. ആരാരുടെ കഴുത്തല്ലേ താലി കെട്ടുന്നത് നമുക്ക് കാണാം. കാണാടി. കാണാം. നീ വാടാ. നീ പോയി ചോറിനടാ. വിറപ്പിക്കാതെ പോടി. ആരുടെ അമ്മേനെ കെട്ടിക്കാനെ നീ ഇവനെ എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നത്? അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ ഇത്. ഇവിടെ ആര് വീണവായെന്ന് അച്ഛൻ പറയുന്നേ? ഇവിടെ ആരും വീണ വായിച്ചില്ലടാ പൊട്ട. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ള പോത്തെ ഇനി അതുമ പിടിച്ചു കയറിക്കോ. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് കുഴപ്പം. ഞാൻ മാറാരോഗ്യം എന്ന് പറഞ്ഞതിന് യാതൊരു വിഷമമില്ല. നിനക്ക് മാത്രല്ല, നിനക്കും നിന്റെ തള്ളക്കും അവൾക്കും അവളുടെ മോനും ഒക്കത്തിന് മാറാരോഗ. വേറൊന്നല്ല, അസൂയ, കുശുമ്പ്, പൗശന്യം ഇതൊന്നും മാറാതെ ഇവിടെ ഒരാളും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ഒരു പെണ്ണുള്ളതിനൊന്ന് ഇറക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. അതിന്റെ ഇടയിലേ ചെറുക്കന്റെ ആൾക്കാർ വരുമ്പോ ഞാൻ പറയാൻ പോവാ എന്റെ മോളുടെ കല്യാണം നടത്തണില്ലാന്ന്, എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. എന്റെ കല്യാണക്കാരി ഒരു അച്ഛൻ മുടക്കൊന്നും പറയണ്ട, അത് കൊയ്ത്ത് കഴിഞ്ഞിട്ടായാലും മതി. അതെന്താ നീ പാടത്ത് 12 പോകണ്ട? ഒന്ന് വിളിച്ചോട്ട് പോടിയവനെ. അച്ഛനെന്റെ അമ്മയുടെ മേക്കിട്ട് കയറുന്നത്. എന്നാ ഞാൻ നിന്റെ മേക്കിട്ടാണ് കയറാണ്. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടികിട്ടില്ല കേട്ടോ. മെന്റലായ വിളിക്ക്. നീ വിളിക്ക്. അതല്ല, നീ വിളിക്കുക. അതാ അതിന്റെ ഒരു ശരി. അതുകൊണ്ടല്ല, മറ്റേവന് മാറാരോഗമാണെന്ന് പറഞ്ഞതൊരു പ്രശ്നമാവൂ. ഇതേപോലെ എത്രയോ മാറാ രോഗങ്ങളുടെ കഥകൾ അവര് കേട്ട് കാണും. അതൊക്കെ അപ്പോഴേ അവര് മറന്നു കാണും. അമ്മച്ചീന്ന് നീട്ടി വിളിക്കും. അമ്മേ, ഇവിടെ നിന്നാണോ വിളിക്കേണ്ടത്? അകത്തോട്ടിട്ടല്ലേ. നിന്നെ കോച്ച് ചെയ്ത് ഞാനൊരു വഴിയാവും. ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഒന്നുകൂടെ വിളിക്കുക. രാവിലെ തുടങ്ങി. മോളെ, ഭിക്ഷക്കാരും എല്ലാവരും ആയിരിക്കും. ഒരു പിടി അരി എടുത്തു കൊടുക്ക്. കുട്ടി ഇവന്റെ വിളി കേട്ടിട്ടാവും ധർമ്മക്കാരനെന്ന് തെറ്റിദ്ധരിച്ചതല്ലേ? അമ്മച്ചി ഇല്ലേ? എന്തിനാ? ഇനി വല്ല നുണയും പറഞ്ഞ് ധരിപ്പിക്കാനാണോ? സോറി,
അന്ന് അപ്പ തോന്നിയ ദേഷ്യത്തിന് എനിക്കത് തോന്നി. എങ്ങനെ? മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ആളൊരു സ്നേഹപ്പാരയാണെന്ന്. കയറിയിരിക്കൂ. സ്നേഹപ്പാര. നീ ഒരു തരം പുഴുങ്ങിയ ചിരിയിരിക്കരുത്. ഇതൊക്കെ ഒരു ഹ്യൂമർ സെൻസിൽ എടുക്കുന്നേ. ബി എ ഗുഡ് ബോയ്. കമോൺ കമോൺ കമോൺ. ഇരിക്കൂ ഇരിക്കൂ. ഞാൻ അറിയാം, ഒക്കെ രാധിക പറഞ്ഞു. അന്ന് ആസ്പത്രിയിലേക്ക് എടുത്തിട്ട് പോയപ്പോ എനിക്ക് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. നന്ദിയുണ്ട്. ഓ, അതെന്റെ ഒരു കടമയായിട്ടേ ഞാൻ കരുതിയിട്ടുണ്ട്. ആസ്പത്രിയിൽ നിന്ന് പേര് വെട്ടിച്ച് ഇത്ര വേഗം പോരേണ്ടിയിരുന്നില്ല. എന്തിനാ വെറുതെ തൊട്ടതിനും കുടിച്ചതിനും ഒക്കെ അടയ്ക്കണ്ടേ ബില്ല്? സഹായിക്കുന്നവരെ എന്തിനാ ഏറെ ബുദ്ധിമുട്ടിക്കണേ? പിന്നെ എന്താ വന്നേ? ഒരു സഹായം ചോദിക്കാനാ. എന്താ? ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ഏതാണ്ട് അറിയാമല്ലോ. എന്റെ പെങ്ങളുടെ വിവാഹമാ, അമ്മൂന്റെ. എന്റെ അമ്മ പ്രസവിച്ചതല്ലെങ്കിലും ഞാൻ അവളെ വേറെയായി കണ്ടിട്ടില്ല. അച്ഛൻ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുക. ഇത് 40,000 രൂപയുണ്ട്. എന്റെ പേരിലുള്ള ഭൂമി അമ്മ അറിയാതെ പണയപ്പെടുത്തി വാങ്ങിയതാ. ഇതൊന്ന് അച്ഛന് കൊടുക്കണം. ഞാൻ തന്നതെന്ന് അറിയണ്ട. അതിപ്പോ ഞാൻ എന്തു പറഞ്ഞാ കൊടുക്കുക? രാധികയുടെ ജോലി കാര്യത്തിലാണെന്ന് പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞാ അദ്ദേഹം വാങ്ങുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങാതിരിക്കില്ല. എന്നാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? രാധികുട്ടിയുടെ ജോലിക്കാര്യം ഉറപ്പാക്കുകയും ചെയ്യാം. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാണെന്ന് കരുതിയാ മതി. വാങ്ങിച്ചോളൂ. ഐശ്വര്യ എന്താ ഇത്? മറ്റൊന്നും തോന്നരുത്. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. ഇതിൽ 40,000 രൂപയുണ്ട്. നിങ്ങൾക്ക് എന്താ പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ടോ? ഈശ്വര, അങ്ങനെയൊന്നുമില്ല. ഇത് മാഷക്ക് അവകാശപ്പെട്ട പണമാണെന്ന് കരുതിയാ മതി. നിങ്ങൾ എന്താ ഈ പറയണേ? ഇവിടെ ഇനി ഒരു ടീച്ചറുടെ വേക്കൻസി ഉണ്ടാവാൻ 6-7 മാസം കഴിയും. എന്റെ മോക്ക് ഒരു ജോലി കിട്ടാനുള്ള കൈക്കൂലിയായിട്ട് ഇതിനെ കരുതണ്ട. പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു കാര്യമില്ലാതെ 40,000 രൂപ കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? കൈമേന്ന് വിടറോ. ഇവിടെ വരിക ഒരു കാര്യമില്ലാതെ അന്തർ കൈ പിടിച്ചു വലിക്കൂല. എന്താണ് ഒരു ചിന്താശേഷി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്? അവരുടെ മനസ്സിലിരിപ്പ് മാസിക്ക് പിടിയിട്ടില്ലേ? ഞാൻ എന്താ കണിയാനാ ഗണിച്ച് കണ്ടുപിടിക്കാൻ? അവർ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇത് മാസിക്ക് അവകാശപ്പെട്ട പൈസ ആണെന്ന് കൂട്ടിക്കോളിന്ന്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അവരതൊരു സ്ത്രീധനായിട്ടാ തരുന്നത്. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് 3ാമതൊരു കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ് നിന്റെ അല്ലേ? 2 ഉള്ളതിനെ കൊണ്ടു നടക്കാനുള്ള പാട് എനിക്ക് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അന്ത്രു, നിന്റെ തല ഈ ചുമരമ്മ കൂട്ടി ഒരു ഇതല്ലാന്ന്. പിന്നെ നമ്മളെ കൃഷ്ണൻകുട്ടിയെ കൊണ്ട് ഓരോ മോളെ കെട്ടിക്കാൻ ഒരു കണ്ണുണ്ട്. മോന്റെ സ്ത്രീധനം വാങ്ങി മോളെ കെട്ടിക്കൽ പുത്തരിയൊന്നല്ലല്ലോ. അവരങ്ങനെ പറഞ്ഞ ഇതൊക്കെ എന്നെ അപ്പൊ വിസ്തരിച്ച് പറഞ്ഞു. ഭർത്താവും കേട്ടാൽ അറിഞ്ഞൂടെ? ഞാനിപ്പോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, നിങ്ങൾ പോയ പൈസ വാങ്ങും. എന്നാ താങ്കൾ വന്നേ. നിങ്ങളെ കൈ പിടിച്ചിരിക്കുന്നതിന് ചെറിയ കുട്ടിയെത്താണ് ഞാൻ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? പറയാം, പക്ഷെ അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് സമാധാനമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. വെറുതെ വെളിച്ചപ്പാട് തുള്ളരുത്. മാഷ് കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ തുള്ളണോ വേണ്ടായോന്ന്. എന്നാ കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്നില്ല. പറ എന്റെ മാഷ്, പെണങ്ങല്ലേ? വേണ്ട. പറയുന്നേ. അതെ, വലിയ കോയിക്കൽ തറവാട്ടുകാരായിട്ടൊരു ബന്ധുത്വം ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കതൊരു അഭിമാന. അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരട്ടെ, അതിനു മുമ്പ് നീ അതിന്റെ മൂളി കയറി ചാടി പിടിച്ചാലോ? രാധികയുടെ കാര്യല്ലേ പറയാൻ പോണത്? ഇനി ഒന്നും പറയണ്ട, നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം അങ്ങ് നടത്തുക. അപ്പോ നിനക്ക് എതിർപ്പൊന്നുമില്ലേ? എതിർപ്പോ? ഇതെന്റെ ഒരു വാശിയും കൂടെയാ. വലിയ കോയിക്കലെ പെങ്കൊച്ചിന്റെ കഴുത്തിൽ ആരാ താലി കെട്ടണമെന്ന് എനിക്ക് ചിലരെയൊക്കെ ഒന്ന് കാണിക്കാനുണ്ട്. സത്യത്തിൽ ആരെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം നീ പറയണേ? മാധവൻകുട്ടിയെ കൊണ്ട്. അതെ. എന്താ അല്ലേ? അവനെ കൊണ്ട് തന്നെ. നല്ല കോളാ കോള്. ഇപ്പൊ തന്നെ ഞാൻ പെട്ടാനെ. ദേ, ആ കിട്ടണംകുട്ടിയെ കൊണ്ട് എങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ വല്ലതും ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അതെന്താ കുഞ്ഞുലക്ഷ്മി നീ പോര് പറയണേ? കൃഷ്ണൻകുട്ടി ആയാലും മാധവൻകുട്ടി ആയാലും എനിക്ക് കണക്കല്ലേ? എങ്കിലും എത്രയും വേഗം ഇതങ്ങ് നടത്തണം. അല്ല, അമ്മൂന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ? രണ്ടും ഒരുമിച്ച് നടത്താൻ എനിക്ക് എതിർപ്പൊന്നുമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം?
അല്ല ആ കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് പോരെ? മതി. അതിന് ഞാനൊരു വഴി പറയട്ടെ. ആ പിഷാരടി മാഷിന് റിട്ടയർഡ് ആവാൻ 6 മാസം കൊണ്ടല്ലേ ഉള്ളൂ. മാഷെ കൊണ്ട് ലീവ് എടുപ്പിക്കണം. 6 മാസത്തെ ശമ്പളം ഒന്നിച്ചങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാ പോരെ? അത് കൊള്ളാലോ. നീ ഞാൻ വിചാരിച്ചത് പോലെ അല്ലാട്ടോ. മാഷ് എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ലെന്നേ. എന്നാ ഞാൻ പറയട്ടെ മാഷ് എന്താ വിചാരിച്ച? എനിക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടെന്ന്. എന്നാ ഇനി ഒരു സത്യം പറയട്ടെ. എനിക്ക് ബുദ്ധിയുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ. അതങ്ങനെ കൊട്ടിക്കൊഴിച്ചോ നടക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ലേ. എന്റെ ഈശ്വര. എന്താ മാഷേ? ഒന്നുമില്ല. ഈ മാഷയുടെ കാര്യം. ഉം.